നമസ്കാരം, ഞാൻ റിനോ സാക് വടക്കത്ര. പ്രധാന വാർത്തകൾ. കോൺഗ്രസ് പുനഃസംഘടന വൈകുന്നത് ദൗർഭാഗ്യകരമായ അവസ്ഥയാണെന്ന് VM സുധീരൻ. പുതിയ മേൽശാന്തിയായി N ദാമോദരൻ പോറ്റിയെ തെരഞ്ഞെടുത്തു. AN ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് മാളികപ്പുറം മേൽശാന്തി. CPM-ലുടൻ തന്നെ വൻ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന PC ജോർജ്. ശബരിമല സന്നിധാനത്തും പമ്പയിലും ശുചീകരണത്തിന് ഇത്തവണ കർശന നിർദ്ദേശം നൽകുമെന്ന സ്പെഷ്യൽ ഓഫീസർ K. ജയകുമാർ. വാർത്തകളിലേക്ക് വിശദമായി. കോൺഗ്രസിൽ പുനഃസംഘടന നീളുന്നത് ദൗർഭാഗ്യകരമായ അവസ്ഥയാണെന്ന് VM സുധീരൻ പറഞ്ഞു. ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാനം എന്ന നിലയിൽ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ പാർട്ടിക്കായില്ല. ശത്രുക്കളുടെ കയ്യിൽ ആയുധം കൊണ്ടു കൊടുക്കുന്ന നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം പരിമിതപ്പെട്ടു പോയതായും VM സുധീരൻ കുറ്റപ്പെടുത്തി. കോൺഗ്രസിന്റെ പുനഃസംഘടന നീണ്ടുപോകുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. നിർഭാഗ്യകരമായൊരവസ്ഥയാണ് ഇന്ന് പാർട്ടിയെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത്. ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പാർട്ടിക്ക് സാധിക്കാത്തൊരവസ്ഥയുണ്ട്. എത്രയും വേഗത്തിൽ തന്നെ പുനഃസംഘടനാ പ്രക്രിയ നടക്കേണ്ടതാണ്. അത് നടക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനിയും വൈകിയാൽ അത് പാർട്ടിയെ വളരെ വളരെ പ്രതികൂലമായി ബാധിക്കും. വിളപ്പിൽശാല മാലിന്യ പ്ലാന്റ് അടച്ചുപൂട്ടാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ സത്യവാങ്മൂലം നൽകിയാൽ എതിർക്കുമെന്ന് തിരുവനന്തപുരം നഗരസഭ വ്യക്തമാക്കി. നഗരസഭ പിടിവാശി കാണിക്കുകയാണെന്ന് മന്ത്രി മഞ്ഞളാംകുഴി പറഞ്ഞു. സർക്കാർ ഇക്കാര്യത്തിൽ പ്രതിസ്ഥാനത്താണെന്ന് മേയർ K. ചന്ദ്രിക പറഞ്ഞു. CPM-ലുടൻ തന്നെ വൻ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് ഗവൺമെന്റ് ചീഫ് PC ജോർജ് പറഞ്ഞു. പാർട്ടി ഓഫീസിനുള്ളിൽ VS അച്യുതാനന്ദനെ വെള്ളം കുടിപ്പിച്ച മുതലാളിമാർ ജനങ്ങളോട് കണക്ക് പറയുന്ന കാലം വിദൂരമല്ലെന്നും PC ജോർജ് കൂട്ടിച്ചേർത്തു. ശബരിമല മേൽശാന്തിയായി N ദാമോദരൻ പോറ്റിയെ തെരഞ്ഞെടുത്തു. AN ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് പുതിയ മാളികപ്പുറം മേൽശാന്തി. രാവിലെ 7:45 പുതിയ മേൽശാന്തിമാർക്കുള്ള നറുക്കെടുപ്പ്. ശബരിമല മേൽശാന്തിയായി N ദാമോദരൻ പോറ്റിയെ തെരഞ്ഞെടുത്തു. AN ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് മാളികപ്പുറം മേൽശാന്തി. സന്നിധാനത്ത് നടന്ന നറുക്കെടുപ്പിലൂടെയാണ് ശബരിമലയിലെ പുതിയ മേൽശാന്തിമാർ തെരഞ്ഞെടുക്കപ്പെട്ടത്. റാങ്ക് ലിസ്റ്റിലെ 7ാം പേരുകാരനായ ദാമോദരൻ പോറ്റിക്ക് 7ാമത്തെ റൌണ്ടിലാണ് നറുക്ക് വീണത്. പന്തളം കൊട്ടാരത്തിൽ നിന്നെത്തിയ UKG വിദ്യാർത്ഥി ഋഷികേശ് വർമ്മയാണ് ശബരിമല മേൽശാന്തിക്ക് നറുക്കെടുത്തത്. മേൽശാന്തി ശബരിമല സ്പെഷ്യൽ ഓഫീസർ K. ജയകുമാർ, ADGP P. ചന്ദ്രശേഖരൻ, ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ K. ബാബു, ദേവസ്വം കമ്മീഷണർ M. ബാബു തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു നറുക്കെടുപ്പ്. AN ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് മാളികപ്പുറം മേൽശാന്തി. പന്തളം കൊട്ടാരത്തിൽ നിന്നെത്തിയ 4ാം ക്ലാസ് വിദ്യാർത്ഥിനി കീർത്തന വർമ്മയാണ് മാളികപ്പുറം മേൽശാന്തിക്ക് നറുക്കെടുത്തത്. റാങ്ക് ലിസ്റ്റിലെ 2ാം പേരുകാരനായ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് 5ാം റൌണ്ടിലാണ് നറുക്ക് വീണത്. ശബരിമല ക്ഷേത്രതന്ത്രി കണ്ഠരര് രാജീവര് സന്നിധാനത്തെയും മാളികപ്പുറത്തെയും നറുക്കെടുപ്പിന് കാർമ്മികത്വം വഹിച്ചു. നൂറുകണക്കിന് തീർത്ഥാടകരാണ് തുലാമാസ പൂജ നാളിന് തുടക്കം കുറിച്ച ദിനത്തിൽ ശബരിമലയിലെത്തിയത്. അന്തർ സംസ്ഥാന തീർത്ഥാടകരായിരുന്നു അധികവും. സിറ്റി ന്യൂസ് സന്നിധാനം. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ റാന്നി താലൂക്ക് സമ്മേളനം ഒക്ടോബർ 19 നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പഴവങ്ങാടി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന താലൂക്ക് സമ്മേളനത്തിൽ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും.
ശബരിമലയിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഇത്തവണ കർശന നിർദ്ദേശം നൽകുമെന്ന് ശബരിമല സ്പെഷ്യൽ ഓഫീസർ കെ ജയകുമാർ അറിയിച്ചു. ഫുഡ് സേഫ്റ്റി കമ്മീഷണറുടെ പ്രത്യേക സ്ക്വാഡ് ഇത്തവണ സന്നിധാനത്തുണ്ടാകുമെന്നും ജയകുമാർ സന്നിധാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശബരിമലയിൽ നടത്തുന്ന അന്നദാനം ഉൾപ്പെടെയുള്ള എല്ലാ ഹോട്ടലുകളിലും ഫുഡ് സേഫ്റ്റി ആക്ട് അനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നത് എന്ന് ഉറപ്പുവരുന്നു. അതിന് ഫുഡ് സേഫ്റ്റി കമ്മീഷണർ പ്രത്യേക സ്ക്വാഡ് അവിടെ ഉണ്ടാകും. ഫുഡ് ലബോറട്ടറി പരിശോധിക്കാതെ ലബോറട്ടറി സംവിധാനം സജ്ജീകരിക്കുന്നുണ്ട്. പണ്ടൊക്കെ നമ്മുടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ സ്ക്വാഡുകളുണ്ട്, കൂടുതലായിരുന്നു. പക്ഷെ അതിനേക്കാൾ കൂടുതലായി ഫുഡ് സേഫ്റ്റിയുടെ ആസ്പെക്ട് അത് ഹോട്ടലുകളുടെ ഈ സൗകര്യം കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നവർക്കെല്ലാം തന്നെ സംഭവിക്കുന്നത് ആണെന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള പരിമിതമായ സൗകര്യം 1 മണിക്കൂറിൽ ഏകദേശം 4,500 പേർക്ക് മാത്രമാണ് ഈ 18-ാം പടി കയറാൻ പറ്റുന്നത്. അപ്പോൾ 50,000 പേര് ഒരേ പർപ്പസിന് വേണ്ടി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവസാനത്തെ ആൾക്കാർ പക്ഷേ 10 മണിക്കൂറോ 12 മണിക്കൂറോ കൂടുതൽ ഇത് അവോയ്ഡ് ചെയ്യാൻ, ഇത് ഒഴിവാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതാണ് അവിടെയാണ് വെർച്വൽ യൂണിറ്റ്. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട റാന്നി താലൂക്ക് തല അവലോകന യോഗം ഒക്ടോബർ 19 ചേരുമെന്ന് റാന്നി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ചേരും. അവലോകന യോഗത്തിൽ ബന്ധപ്പെട്ട വകുപ്പ് തല മേധാവികൾ, സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കണമെന്ന് തഹസിൽദാർ അറിയിച്ചു. റാന്നി ഐത്തല സെന്റ് കുര്യാക്കോസ് രണയപ്പള്ളി പുതുക്കി നിർമ്മാണത്തിന് തുടക്കമായി. രാവിലെ ചേർന്ന ചടങ്ങിൽ കുര്യാക്കോസ് മാർ ഈവാന്റിയോസ് മെത്രാപ്പൊലീത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വികാരി റവറന്റ് രാജൻ കുളമട, ട്രസ്റ്റി രാജി തോമസ്, സെക്രട്ടറി സക്കറിയ, സുരേഷ് ജേക്കബ്, MC കുര്യാക്കോസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. റാന്നി സെന്റ് തോമസ് വലിയ പള്ളിയിൽ ഉപവാസ പ്രാർത്ഥനയും ആത്മവിശുദ്ധീകരണ ധ്യാനത്തിനും തുടക്കമായി. ഒക്ടോബർ 19 വരെ ധ്യാനയോഗങ്ങൾ തുടരും. ബ്രദർ സണ്ണി ജോസഫ്, റെവറന്റ് ഫാദർ PT തോമസ്, റെവറന്റ് ഫാദർ ടിജു വർഗീസ് എന്നിവർ യോഗങ്ങളിൽ പ്രസംഗിക്കും. റാന്നി AVG മോട്ടോഴ്സിൽ മാരുതിയുടെ പുതിയ മോഡലായ ആൾട്ടോ 800 വിപണിയിലെത്തി. വൈകിട്ട് ചേർന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തൻപറമ്പിൽ ആൾട്ടോ 800 മോഡലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രൊപ്പറേറ്റർ ബിനു മാത്യു ചടങ്ങിൽ ആൾട്ടോ 800 പരിചയപ്പെടുത്തി. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വാഹനം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും ഒരു വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും മുമ്പോട്ടുള്ള ജീവിതത്തിന്, പ്രയാണത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്, ഒരു കാര്യമാണ്. അത് മനുഷ്യന് ലഭ്യമാക്കി കൊടുക്കുന്നതിനുള്ള സേവനം നൽകിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളാണല്ലോ ഇതുപോലെയുള്ള ഷോറൂമുകളുണ്ട്. ഈ സ്ഥാപനത്തിൽ വന്ന് കയറുന്നവർ അവരുടെ ആഗ്രഹം അനുസരിച്ച് പ്രവർത്തിക്കുവാൻ, സേവനം ലഭ്യമാക്കി കൊടുക്കുവാൻ ഇവിടെയുള്ള എല്ലാ സ്റ്റാഫിനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിന് മറ്റുള്ള ബ്രാൻഡിലും നേരത്തെ ഉള്ള ഓട്ടോയേക്കാളും വ്യത്യസ്തമായിട്ട് ഇതിനകത്ത് കൂടുതലായിട്ട് വന്നിരുന്നത് ഫ്രണ്ട് പവർ വിൻഡോ വന്നിട്ടുണ്ട്. 6 കളറുകളിൽ വേണ്ടി ലഭ്യമാണ്. പുതിയതായി ഒരു ബ്ലൂ, ഫ്രോസ്റ്റ് ബ്ലൂ എന്നൊരു കളറും വന്നിട്ടുണ്ട്. ഫ്രണ്ട് പരിപൂർണമായി മാറിയിട്ടുണ്ട്. ബാക്കും ഡിക്കി സ്പേസ് എല്ലാം കൂട്ടിയിട്ടുണ്ട്. വണ്ടിക്ക് ഹൈറ്റും പഴയതിനേക്കാൾ കൂടിയിട്ടുണ്ട്. മൈലേജ് 22.7 വരുന്നുണ്ട്. മറ്റൊരു ഒരു മാരുതി ഓൾട്ടോയെക്കാട്ടിൽ കുറെ കൂടി നല്ലൊരു പെർഫോമൻസ് വിൽപ്പനയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരുപോലെ സഹായകരമായിട്ട് റാന്നി ആയുർവേദ മെഡിക്കൽ ഓഫീസറും സാമൂഹ്യ പ്രവർത്തകയുമായിരുന്ന ഡോക്ടർ എൽ മിനി വാഹനാപകടത്തിൽ മരണമടഞ്ഞിട്ട് ഇന്ന് 1 വർഷമായി. ഒരു ഡോക്ടർ എന്നതിലുപരി സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ ശ്രദ്ധേയായിരുന്നു ഡോക്ടർ എൽ മിനി. റാന്നി അടിച്ചുപുഴ ട്രൈബൽ ആയുർവേദ ആശുപത്രി ഡോക്ടറായിരുന്ന എൽ മിനി ഒക്ടോബർ 17 വാഹനാപകടത്തിൽ മരിച്ചത്. ഉച്ചയ്ക്ക് 12 മണിയോടെ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന ഹൈവേയിൽ റാന്നി മന്ദിരം ജംഗ്ഷന് സമീപമായിരുന്നു അപകടം.
ഡോക്ടർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. റാന്നിയുടെ പൊതുസമൂഹം നിശബ്ദമായ ഒരു ഉച്ചനേരമായിരുന്നു അത്. അത്രമേൽ റാന്നിയുടെ ഹൃദയത്തിൽ ഡോക്ടർ മിനി ഉണ്ടായിരുന്നു. വെറുമൊരു സർക്കാർ ഡോക്ടർ എന്നതിനപ്പുറം ഡോക്ടർ മിനി റാന്നിയുടെ സാമൂഹിക ജീവിതത്തിലൂടെ നിരന്തരം സജീവമായിരുന്നു. ട്രൈബൽ മെഡിക്കൽ ഓഫീസറായ മിനി ആദിവാസി ജീവിതങ്ങളുടെ സങ്കീർണത തേടിയിറങ്ങി പലവട്ടം. അത്തരമൊരു യാത്രയിൽ റാന്നിയുടെ കിഴക്കൻ മലയോര മേഖലയിലെ ആദിവാസി ജീവിതങ്ങൾ ഏറെ സങ്കീർണമാണെന്ന വെളിപ്പെടുത്തലുമായാണ് ഒരു ഘട്ടത്തിൽ ഡോക്ടർ മിനി കാടിറങ്ങി വന്നത്. അവരെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നതാണോ, പല കുട്ടികളുണ്ടാവുകയും കല്യാണം കഴിക്കാതെ തന്നെ കുട്ടികളുണ്ടാവുകയും അങ്ങനെ പിന്നെ അവരെ ഉപേക്ഷിച്ചിട്ട് പോവുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥ ഒരുപാട് പെൺകുട്ടികൾ അങ്ങനെ പോകുന്നുണ്ട്, അങ്ങനെ ആകുന്നുണ്ട്. അപ്പോൾ ആ ഒരു പിന്നെ ഇപ്പം ഇവിടെ തന്നെ ചില പിന്നെ കുടുംബമായിട്ട് ജീവിക്കുന്നവരുണ്ട്. പക്ഷേ അതിൽ തന്നെ 7-8 പിള്ളേരുള്ള എന്നുവെച്ചാൽ അവർ ഇത് പ്രസവം നിർത്തുന്നതിന് അവരുടെ ആചാരം സമ്മതിക്കാത്തതുകൊണ്ടാണോ എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഒരു സിസ്റ്റം അവർക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അവർ ഇപ്പോൾ പുറത്തുനിന്ന് ഞങ്ങളെല്ലാം വന്നിട്ട് ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും എല്ലാം ചെയ്യുമ്പോഴും അവർ പറയുന്നത് അത് പറ്റത്തില്ല, ആണുങ്ങൾ സമ്മതിക്കുന്നില്ല. അവിവാഹിതരായ അമ്മമാർ നമ്മുടെ തൊട്ടരികിലുണ്ടെന്ന് ഡോക്ടർ മിനി പിന്നീട് പറഞ്ഞു തന്നു. സാംസ്കാരിക കേരളത്തിൽ ഇത് വലിയ ചർച്ചയ്ക്ക് തന്നെ കാരണമായി. പിന്നെ ഈ പുറത്തുനിന്ന് വന്ന് ഈ ആൾക്കാർ വന്നിട്ട് കല്യാണം കഴിക്കാതെ ഇങ്ങനെ നിയമപരമൊന്നും കല്യാണം കഴിക്കാതെ തന്നെ കുട്ടികളുണ്ടാവുക, അത് കഴിഞ്ഞിട്ട് അങ്ങ് ഉപേക്ഷിച്ചിട്ട് അങ്ങ് പോവുക. അവർ ഈ കാട്ടിൽ തന്നെ കുഞ്ഞും വളരെ ഭയങ്കര പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ്. കുഞ്ഞുങ്ങളെ കൊണ്ടൊരു വെറുതെ ഒന്ന് മറച്ചു കെട്ടി ഇങ്ങനെ ജീവിക്കുന്ന ഒരവസ്ഥ കാണുമ്പോൾ തന്നെ നമുക്കതൊരു വളരെ വിഷമമുള്ളൊരു കാഴ്ചയാണ് ഇത് കാണുന്നത്. ഇങ്ങനെ നിരന്തരം റാന്നിയുടെ ജീവിതത്തോടൊപ്പം നിന്ന ഈ തിരുവനന്തപുരം സ്വദേശിയുടെ വേർപാട് റാന്നിക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു. ഡോക്ടർ മിനിയോടൊപ്പം ഏറെക്കാലം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി റാന്നിയുടെ വനമേഖല കയറിപ്പോയ ഫാദർ ഡോക്ടർ ബെൻസി മാത്യു ഡോക്ടർ മിനിയെ അനുസ്മരിച്ചപ്പോൾ റാന്നിയുടെ വനമേഖലയിലൊക്കെയും കടന്നു വന്ന് അനേക രോഗികളെ പരിശോധിക്കുകയും മെഡിക്കൽ ക്യാമ്പ് നടത്തുകയും വസ്ത്രങ്ങൾ, അതുപോലെ ഔഷധങ്ങൾ, അവർക്ക് വേണ്ടതായ ഭക്ഷ്യ സാധനങ്ങളൊക്കെ നൽകുവാനായിട്ട് മുൻകൈ എടുക്കുകയും ഞങ്ങൾക്കൊക്കെ പ്രചോദനം നൽകുകയും ചെയ്തു. വിവാഹ സംബന്ധമായ സാമ്പത്തിക പ്രതിസന്ധിയുള്ള അനേകരെ സാമ്പത്തിക സഹായം നൽകി, മറ്റുള്ളവരിൽ നിന്നും കടം വാങ്ങിയാണെങ്കിൽ പോലും അനേകരെ സഹായിക്കുന്നതായ വലിയതായൊരു മനസ്ഥിതിയാണ് മിനി ഡോക്ടർക്കുണ്ടായിരുന്നത്. ഡോക്ടറെ റാന്നിയിലെ പൊതുസമൂഹമൊക്കെയും അനുസ്മരിക്കുകയും ഡോക്ടറുടേതായ പ്രവർത്തനങ്ങളെ മാതൃകയാക്കിക്കൊണ്ട് അനേക ആളുകൾ ഈ ആദിവാസി മേഖലകളിൽ സഹായഹസ്തത്തിനായിട്ടൊക്കെയും മുന്നിട്ടിറങ്ങി വന്നിട്ടുണ്ടെന്നുള്ളത് ഡോക്ടറുടെ വലിയതായ ജനകീയമായ ഒരു പിന്തുണയുടെയും ഒരു ജനകീയ ഡോക്ടർ എന്ന് പേരെടുത്തതിൻ്റെ പിന്നിൽ അവരെയൊക്കെയും ഡോക്ടറുടെ പ്രവർത്തനങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതിന് ഒരു തെളിവാണ് എന്ന് പറയാൻ കഴിയും. സംസ്ഥാനത്തെ ആശുപത്രികളിൽ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാർ പറഞ്ഞു. ഇപ്പോൾ ഡോക്ടേഴ്സിന്റെയും സ്റ്റാഫുമാരുടെയും ജോലിഭാരം കൂടുതലാണെന്ന കാര്യം സർക്കാരിന് ബോധ്യമുണ്ട്. 1961 സ്റ്റാഫ് പാറ്റേണാണ് ആശുപത്രികളിൽ ഇപ്പോഴും തുടരുന്നത്. ഇത് പരിഷ്കരിച്ച് ഉടൻ നടപ്പിലാക്കുമെന്നും മന്ത്രി അറിയിച്ചു. റാന്നി ഭഗവതികുന്ന് ദേവീക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് നാളെ തുടക്കമാകും. നവരാത്രി മഹോത്സവം ഒക്ടോബർ 24 വിദ്യഗോപാല മന്ത്രാർച്ചനയോടെ സമാപിക്കും. വാർത്തകൾ തുടരുന്നു, ഇടവേളയ്ക്ക് ശേഷം. വിൽസൺ ദി പ്രൊഫഷണൽ ഡിജിറ്റൽ സ്റ്റുഡിയോ നിയർ വലിയപാലം റാന്നി വിദ്യാർത്ഥികൾക്കായി പ്രത്യേക ഓഫർ. വിൽസൺ ദി പ്രൊഫഷണൽ ഡിജിറ്റൽ സ്റ്റുഡിയോ. വാർത്തകൾ തുടരുന്നു. പഴവങ്ങാടി പഞ്ചായത്ത് തല കേരളോത്സവം ഒക്ടോബർ 20, 23, 24 എന്നീ തീയതികളിലായി നടക്കും. ഒക്ടോബർ 20 രാവിലെ പഴവങ്ങാടി ഗവൺമെന്റ് UP സ്കൂളിൽ ചേരുന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അനിത അനിൽകുമാർ കേരളോത്സവം ഉദ്ഘാടനം ചെയ്യും. വൈസ് പ്രസിഡന്റ് തോമസ് ഫിലിപ്പ് അധ്യക്ഷത വഹിക്കും. റാന്നി അങ്ങാടിയിൽ നിന്നും വളർത്താടിനെ നഷ്ടപ്പെട്ടതായി പരാതി. കണ്ടുകിട്ടുന്നവർ 9747813695 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. മോട്ടോർ വ്യവസായത്തെ തകർക്കുന്ന നയങ്ങൾ തിരുത്താനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള സംസ്ഥാന മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും AITUC ആവശ്യപ്പെട്ടു. ഓൾ കേരള എംപ്ലോയീസ് ഫെഡറേഷൻ ഒക്ടോബർ 19 ബാങ്കിംഗ് സംരക്ഷണ യജ്ഞം നടത്തും. ബാങ്കിംഗ് സംരക്ഷണം സാമൂഹ്യ സുരക്ഷ എന്ന സന്ദേശവുമായാണ് ബാങ്കിംഗ് സംരക്ഷണ സംഘം സംഘടിപ്പിക്കുന്നത്. റാന്നി NSS ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന സാക്ഷരതാ യജ്ഞം രാജു എബ്രഹാം MLA ഉദ്ഘാടനം ചെയ്യും.
ജില്ലാ റോളർ സ്കേറ്റിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നവംബർ 2, 3, 4 തീയതികളിൽ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പ്രമാടം രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ വെച്ചാകും ചാമ്പ്യൻഷിപ്പ് നടക്കുക. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഒക്ടോബർ 27 മുമ്പ് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. മലങ്കര സുറിയാനി ക്നാനായ സുവിശേഷ സമാജം 74ാമത് വാർഷിക ധ്യാനയോഗവും വചനപ്രഘോഷണവും ഒക്ടോബർ 21 മുതൽ 24 വരെ തീയതികളിലായി ഐത്തല സെന്റ് കുര്യാക്കോസ് ക്നാനായ പള്ളിയിൽ വെച്ച് നടക്കും. ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മാർ സേവേരിയോസ് വലിയ മെത്രാപ്പൊലീത്ത ധ്യാനയോഗം ഉദ്ഘാടനം ചെയ്യും. കുര്യാക്കോസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കോൺഗ്രസ് പുനഃസംഘടന വൈകുന്നത് ദൗർഭാഗ്യകരമായ അവസ്ഥയാണെന്ന് VM സുധീരൻ. പുതിയ മേൽശാന്തിയായി N. ദാമോദരൻ പോറ്റിയെ തെരഞ്ഞെടുത്തു. AN. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് മാളികപ്പുറം മേൽശാന്തി. CPM-ലുടൻ തന്നെ വൻ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന PC ജോർജ്. ശബരിമല സന്നിധാനത്തും പമ്പയിലും ശുചീകരണത്തിന് ഇത്തവണ കർശന നിർദ്ദേശം നൽകുമെന്ന സ്പെഷ്യൽ ഓഫീസർ K. ജയകുമാർ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.